എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു കുർത്തി ജാക്കറ്റാണ് ചെയ്തിട്ടുള്ളത്. കുർത്തി ജാക്കറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡബിൾ സൈഡ് യൂസ് ചെയ്യാവുന്ന കുർത്തി ജാക്കറ്റാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡും ഒരു മൾട്ടി കളർ, ഒരു സൈഡ് മൾട്ടി കളറും ഒരു സൈഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത ഇത് രണ്ട് സൈഡും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ജോയിന്റുകളൊന്നും കാണാത്ത തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് സ്റ്റൈലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സൈഡ് സീം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് പാനലും ബാക്ക് പാനലും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്കത് ഇട്ട് കഴിയുമ്പോൾ അത് പൊള്ളച്ച് നിൽക്കും. അപ്പോൾ സൈഡ് സീം നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ ആണ് ശരിക്കും ഇത് തയ്ക്കേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പാനലാണ് ഇതിൻ്റെ കട്ട് ചെയ്യുന്നത്. മെഷർമെൻറ്റുകളൊക്കെ ഇതിൽ ഉണ്ട്. ഇതൊരു 36 സൈസിൻ്റെ ആണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒരു മാർജിൻ നമ്മൾ മാറ്റി നിർത്തുക. അതിനുശേഷം ഷോൾഡർ 6.25 ഇഞ്ച് ഷോൾഡർ, തയ്യൽ തുമ്പ് അടക്കമാണ്, 6 ഇഞ്ച് തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്യുക. അതിനുശേഷം 3.25 ഇഞ്ച് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്ക് ഡെപ്ത് 1.5 ഇഞ്ച്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യണത്. ബാക്ക് പീസിന് ഫ്രണ്ട് പീസിനേക്കാളും 2 ഇഞ്ച് നീളം കുറവാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് 14 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇനി നോക്കുക, 6.25 ഇഞ്ച് ഇവിടെ താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. ആം ഹോള് ഡെപ്ത് അതിനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുക. നമ്മളൊരു കുർത്തിക്ക് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് മാർക്ക് ചെയ്യണത്. 6 ഇഞ്ചിൽ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹിപ്പ് ലൈനും നമ്മൾ ഇതിൽ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹിപ്പ് ലൈനും ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഹിപ്പിൻ്റെ സൈസ് നോക്കുക, 9.5 ഇഞ്ചാണ് ഹിപ്പ് സൈസ്. അതുപോലെ വേസ്റ്റ് 7.5 ഇഞ്ച്, ചെസ്റ്റ് 9 ഇഞ്ച്. അപ്പോൾ ഇത് തയ്യൽ തുമ്പ് ഇല്ലാണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാ ഭാഗത്തും നമ്മൾ 1/2 ഇഞ്ച് വെച്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ മാർക്ക് ചെയ്യുന്ന അതേ സിസ്റ്റത്തിൽ തന്നെയാണ് മാർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. ഇനി നോക്കുക, നമ്മൾ ഈ 14 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുക. പക്ഷെ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിപ്പ് അതിൽ വരച്ചത്. അതിനുശേഷം ആം ഹോളും കൂടി കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുക. ഇനി ജസ്റ്റ് ആം ഹോളിൽ നിന്ന് അളന്ന് നോക്കുക, നമുക്ക് ഉള്ള സൈസ് ഇല്ലെന്ന് നോക്കുക. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനുള്ള സൈസ് അതിൽ ഉണ്ട്. അപ്പോൾ ആ ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ബാക്ക് പാനൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഈ ബാക്ക് പാനലിനെ അങ്ങനെ വേറെ മടക്കി വെച്ചിട്ടുള്ള തുണിയിലേക്ക് വെച്ചിട്ടാണ് ഫ്രണ്ട് പാനൽ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാനൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നോക്കുക, ഈ മടക്ക് കൂടെ നമ്മൾ ഒരു 4 ഇഞ്ച് ആദ്യം മാർജിൻ കൊടുക്കുക. മാർജിൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ ഈ ബാക്ക് പീസ് വെക്കുക. കാരണം ഫ്രണ്ട് പീസിന് നമ്മൾ 2 സൈഡിലേക്കും തയ്യൽ തുമ്പ് വേണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെയാണ് ആവശ്യമുള്ളത്. അതിനുശേഷം ഇത് ഇതുപോലെ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ മാർക്കിങ്ങിൽ ബാക്ക് പാനലിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടുള്ള മാർക്കിംഗ് ആണ് ഫ്രണ്ട് പാനൽ. അപ്പോൾ നോക്കാം, നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ഇതും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടുന്ന് ഏറ്റവും ആദ്യം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് നെക്കിൻ്റെ ആ വിഡ്ത്തിൽ നിന്ന് നമ്മൾ 8.5 ഇഞ്ച് ഇങ്ങനെ ചെരിച്ച് വയ്ക്കുക. ഇവിടേക്ക് മാർക്ക് ചെയ്യുക 8 ഇഞ്ച്. അതിനുശേഷം നോക്കുക, ഞാൻ പറഞ്ഞു ഫ്രണ്ട് പാനലിൽ 2 ഇഞ്ച് ഇറക്കം കൂടുതലുണ്ട്. അപ്പോൾ ഈ നടുഭാഗമാണ് ഇറക്കം കൂടുതൽ. അപ്പോൾ 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 1.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 1.5 ഇഞ്ച് എങ്ങനെയും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ ആ ബാക്ക് പാനലിൻ്റെ അതേ സൈസിലേക്ക് ഇതിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്യുക.
ഈ നെക്കിന് ഷേപ്പ് കൊടുക്കുക. നമ്മൾ ആ എത്ര മാർക്ക് ചെയ്തിട്ടുള്ളിടത്തേക്ക് നെക്കിന് ഷേപ്പ് ഇതുപോലെ ഷേപ്പ് കൊടുക്കുക. ഇനി ഈ 1.5 ഇഞ്ചിന്ന് നമ്മൾ ഇങ്ങോട്ടും ഷേപ്പ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാനലിന്റെ ഷേപ്പ് വരിക. ഇനി ഈ സൈഡിൽ നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അങ്ങനെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതിന്റെ മുമ്പ് ഇതിന്റെ ആം ഹോൾ നമ്മൾ സാധാരണ കുർത്തികളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ആം ഹോളായി തന്നെ വെട്ടണം. എന്നാലാണ് ആ ഒരു വൃത്തി കിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ നമ്മൾ ഫ്രണ്ട് ആം ഹോളിന്റെ ഷേപ്പിൽ തന്നെയാണ് ഇതിൽ കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കുർത്തി ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ സ്റ്റിച്ചിങ് ആണ്. ജാക്കറ്റുകൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതായത് സ്റ്റിച്ചിങ് പുറത്തേക്ക് കാണാൻ പാടില്ല. അപ്പൊ ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ആ സ്ലീവ് നമുക്ക് ആം ഹോളിന്റെ അവിടെ സ്റ്റിച്ചിങ് ചിലതിൽ കാണും. പക്ഷെ സ്റ്റിച്ചിങ് അതും കാണാത്ത രീതിയിൽ തന്നെയാണ് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യണത്. അപ്പൊ നോക്കാം, നമ്മൾ ബാക്ക് പാനലിൽ എടുത്തിട്ടുള്ളത് ഈ തുണി ആണ് എടുത്തിട്ടുള്ളത്. ഇനി രണ്ട് ഫ്രണ്ട് പാനലും ബാക്ക് പാനലും ഒരേപോലെ തന്നെ ഷോൾഡറുകൾ ജോയിന്റ് ചെയ്യുക. ഏറ്റവും ആദ്യം ഷോൾഡറുകളൊക്കെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ജോയിന്റ് ചെയ്യുക. അപ്പോൾ ഇത് നോക്കുക, ഇതിന്റെ നല്ല വശം മുകളിലേക്കായിട്ടാണ് ഈ വെച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ബാക്ക് പാനലും ഇതേപോലെ തന്നെ ചെയ്യുക. അതിന്റെ നല്ല വശവും തമ്മിൽ രണ്ടെണ്ണത്തിന്റെയും ഇതുപോലെ വെക്കുക. നല്ല വശവും തമ്മിൽ കൂട്ടിമുട്ടിച്ച് വെച്ച് നമ്മൾ ഇത് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം. ഇത് നമുക്കിത് കറക്റ്റ് ആയിട്ട് ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്യുക. പിൻ ചെയ്ത് നോക്കുക, ഈ നെക്ക് ലൈനിന്റെ ഈ സൈഡ് നമ്മൾ 4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതുപോലെ ഇതിന്റെ അടിഭാഗം ഫ്രണ്ട് പാനലിന്റെ അടിഭാഗത്ത് കണ്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഓൾറെഡി ഇട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ 1/2 ഇഞ്ച് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആം ഹോളിന് 1/2 ഇഞ്ചാണ് ഓൾറെഡി തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് തന്നെയാണ് ഇത് തയ്ക്കുന്നത്. പക്ഷെ തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. അതുപോലെ സൈഡ് സീം നമ്മൾ 3/4 ഇഞ്ച് നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടതിൽ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കട്ട് ചെയ്യുന്ന സമയത്ത് 4 ഇഞ്ച് കയറ്റിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 3/4 ഇഞ്ച് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആം ഹോളിന്റെ സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ബാക്ക് പാനലിന്റെ അവിടെ വരുമ്പോൾ നമ്മൾ ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളിടത്ത് വന്ന് സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുക. അപ്പൊ ബാക്ക് പാനലിലാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യണത് 3/4 ഇഞ്ച് ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട് പാനലിന് ഫുള്ളായിട്ട് തയ്ക്കുക. അപ്പോൾ ആം ഹോൾ 2 തന്നെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പാനലിന്റെ താഴത്തുനിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചു വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡിലേക്ക് എത്തുമ്പോൾ 4 ഇഞ്ചാക്കി മാറ്റുക. സ്റ്റിച്ചിങ് ഈ സ്റ്റിച്ചിങ് എല്ലാം തന്നെ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. കാരണം ഇത് പിന്നീട് നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇത് നോക്കുക, നമ്മൾ ആം ഹോളും അതുപോലെ തന്നെ നെക്കിന്റെ സൈഡും എല്ലാം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് മടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ആം ഹോളിന്റെ സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ചെയ്തുകൊണ്ട് 4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതും നമ്മൾ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് ഒരിക്കലും കട്ടാവരുത്.
ഇനി നോക്കുക, ഇനി നമ്മൾ ഇതിനെ അകമ്പുറം മറിക്കലാണ്. അപ്പോൾ അത് നോക്കുക, നമ്മൾ ഇതിങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ അങ്ങനെ കയറ്റിയിട്ട് ഈ ഷോൾഡർ ജോയിന്റ് ഉള്ളിൽ കൂടെയാണ് നമ്മളിത് ഉള്ളിലേക്ക് വലിച്ചെടുക്കേണ്ടത്. കാരണം ഷോൾഡറിന്റെ ഭാഗം നമ്മൾ ഹോളോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കുക, ഈ ഷോൾഡറിന്റെ ഇതിനെ ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. ഇപ്പൊ നോക്കുക, അകമ്പുറം ഇത് മറിഞ്ഞു. സ്റ്റിച്ചിങ് എല്ലാ ഭാഗത്തും ഉള്ളിലേക്ക് പോയി. ഇനി നമുക്ക് ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യലാണ്. സൈഡ് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാന്ന് നോക്കുക. ഇത് നോക്കുക, നമ്മൾ ഇനി സൈഡ് സീമാണ് ജോയിൻ ചെയ്യണത്. അപ്പോൾ നേരെ ഇങ്ങോട്ട് മടക്കുക. ഒരേ സൈഡ് സെയിം സൈഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ അവിടെ സ്റ്റിച്ചിങ് 3/4 ഇഞ്ച് ഒഴിവാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഇതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കുക. അതായത് നമ്മൾ ലൈനിങ് ചുരിദാറിന്റെ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന മെത്തേഡാണിത്. വേറെ പ്രത്യേകിച്ച് പണി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതുപോലെ ഈ 3 പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ 4ാമത്തെ പീസിന് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. 3/4 ഇഞ്ച് വീതി കണക്കാക്കിയിട്ട് നമ്മൾ അവിടെ ഒന്ന് പിൻകുത്തി കൊടുക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും അടിഭാഗം നമ്മൾ ബാക്ക് പാനലിന് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുണ്ട്. ആ തയ്യൽ തുമ്പ് ഇത് നോക്കുകയുണ്ടോ, ഇവിടെ നമ്മൾ ഇതിനെ പുറത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. കണ്ടോ, ഇതുപോലെ പുറത്തേക്ക് വേണം മടക്കി വെക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ പുറത്തേക്ക് മടക്കി വെക്കുക. 1/2 ഇഞ്ച് വീതിയാണ് തയ്യൽ തുമ്പുള്ളത്. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മടക്കി വെച്ച് പിൻകുത്തുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് തയ്ക്കുക. കാരണം അത് നമുക്ക് ഏറ്റവും അവസാനം സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പൊ അത് ഉള്ളിലേക്ക് ഇതുപോലെ തന്നെ മടക്കി വെക്കണം. ഇനി ഇവിടെ 3/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ച് മുട്ടിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് മെത്തേഡാണത്. ഇനി നമ്മളിതിനെ അകമ്പുറം തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോയി. കണ്ടോ, അപ്പൊ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ഇതിലില്ല. സ്റ്റിച്ചിങ് മുഴുവൻ അകത്ത് പോയി. കണ്ടോ, 2 സൈഡിലും സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് പോയി. ഇനി ഇതാണ് ഈ ബാക്ക് പാനലിന്റെ മാത്രം അടിഭാഗമാണ് നമ്മൾ ഏറ്റവും അവസാനം ഇതിൽ സ്റ്റിച്ച് ചെയ്യണത്. അപ്പൊ ഇതേപോലെ തന്നെ അതിന്റെ അപ്പുറത്തെ സൈഡും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇനി നോക്കുക, ഇനി നമ്മൾ ഈ ബാക്ക് പീസ് കണ്ടില്ലേ, ബാക്ക് പീസിന്റെ അടിഭാഗമാണിത്. അപ്പൊ അടിഭാഗം നമ്മൾ ഉള്ളിലേക്ക് 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ട് 2 സൈഡും തയ്ക്കുന്ന സമയത്ത്. ഇനി അതിനെ പുറമെ കൂടെ നമ്മൾ ഏറ്റവും അരികു കൂടെ വെച്ച് ഒരൊറ്റ തയ്പ്പ്. അതോടുകൂടി നമ്മളുടെ ഈ ജാക്കറ്റിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ആ സൈഡ് സീമിന്റെ അവിടുന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡ് സീം വരെ കറക്റ്റായിട്ട് ആ എഡ്ജ് കൂടെ വെച്ച് തയ്ക്കുക. കറക്റ്റ് എഡ്ജ് കൂടെ തന്നെ തയ്ക്കുക. നമ്മൾ അതിൽ ആണ് ഒരു സ്റ്റിച്ചിങ് ഇതിൽ വരിക. വേറെ ഒരു സ്ഥലത്തും സ്റ്റിച്ചിങ് വരില്ല. ഇതാണ് വിസിബിൾ ആയിട്ട് സ്റ്റിച്ചിങ് ഉള്ളതിൽ. അപ്പോൾ ഈ സൈഡ് സീമിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. കഴിഞ്ഞു, നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ നോക്കുക, നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇത്രയും ഈസിയാണ് ഇതിന്റെ സ്റ്റിച്ചിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.